ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കുടുംബം കുട്ടിച്ചോറാക്കിയ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. കൂട്ടുകെട്ട് നല്ലതാണ്, നല്ല സൗഹൃദം എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് കുടുംബം കുട്ടിച്ചോറാക്കരുത്. ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ കൂട്ടുകാരൻ എന്നോട് നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ, ഭാര്യയോട് പറഞ്ഞാൽ നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്തെന്ന് വരും. എൻ്റെ കാരണം പറഞ്ഞത്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വന്നതാണ് എൻ്റെ കൂട്ടുകാരൻ. ഞാൻ പറയാണ് നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനത് ചെയ്തെന്ന് വരും. പിന്നെ എന്തിനിവൻ കെട്ടാൻ പോയി എന്ന് ഞാൻ ചിന്തിച്ചത് കേട്ടപ്പോൾ. അങ്ങനെയെങ്കിൽ ആ കൂട്ടുകാരൻ്റെ കൂടെ അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? ജീവിത പങ്കാളിയെ കൂട്ടുകാരനേക്കാളും വില കൽപ്പിച്ച് കാണാൻ പറ്റാത്ത ഒരു വ്യക്തി എന്തിന് വിവാഹം കഴിക്കാൻ പോയി? വേറൊരു പുള്ളി സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഭാര്യയോട് പറഞ്ഞാണ്, എൻ്റെ ആത്മീയ ഗുരു എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഞാൻ പെരുമാറും. ആത്മീയ ഗുരു നീ ശരിയല്ലെന്ന് പറഞ്ഞാൽ നീ ശരിയല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കും. പുള്ളിക്ക് ആത്മീയ ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരെങ്കിലും. വിവാഹിതനാണ്. ഇവിടെ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുടുംബം കുട്ടിച്ചോറാകാനുള്ള പ്രധാനപ്പെട്ട കാരണം വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പഴയ ഒരു കൂട്ടുകെട്ട്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് അത് പൊടി തട്ടിയെടുത്തു. അവരും വിവാഹിതയായിരുന്നു, ഇവനും വിവാഹിതനാണ്. ഇവർ പരസ്പരമല്ല വിവാഹിതരായത് എന്നേ ഉള്ളൂ. ഇനി വലിയ കുഴപ്പമില്ലാതെ ആ കുടുംബം പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് പഴയ ബന്ധം, ഇന്നിപ്പോൾ ഈ ഫേസ്ബുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്ന് പല കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പഴയ ആ കൂട്ടുകെട്ട് പൊടി തട്ടിയെടുത്തു. അവസാനം അത് വലിയ പ്രശ്നത്തിൽ ഈ കുടുംബം കുട്ടിച്ചോറായി എന്നുള്ളത് പറയാൻ സാധിക്കും. ആ ഒരവസ്ഥയിലേക്കാണ് അത് എത്തി നിന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ തരുന്ന ആ നല്ല പാഠം മനസ്സിലാക്കി നമുക്ക് അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. തിരുത്താനായിട്ട് നമുക്ക് തയ്യാറാകാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കൂട്ട് വേണം, എന്നാൽ അതിൻ്റെ ക്രമം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. തെറ്റായ ഒരു ക്രമത്തിലുള്ള കൂട്ടുകെട്ട് അതൊരിക്കലും ശരിയല്ല. നമുക്ക് ആ ഒരു ക്രമം ഏതാണ്, ശരിയായ ക്രമം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേത്, ദൈവവുമായിട്ടുള്ള സൗഹൃദം. നിങ്ങൾ കെട്ടിയാലും കെട്ടിയില്ലേലും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദം. വിവാഹത്തിൽ രണ്ടാമത്തെ സ്ഥാനത്തിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്ത് ദൈവമായിരിക്കണം. ആ ക്രമം പാലിച്ചിട്ടുള്ളവരുടെ കുടുംബജീവിതം ഭദ്രമാണ്. ഇനി ദൈവത്തെ പോലും മറന്ന് ജീവിത പങ്കാളിക്ക് വേണ്ടി നിലകൊണ്ട, അവരെ ദൈവമായി കണ്ടവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ തകർച്ച വന്നിട്ടുള്ളൂ. ഒന്നാം സ്ഥാനത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല, ദൈവം തന്നെ. രണ്ടാം സ്ഥാനം, വിവാഹം വരെ മാതാപിതാക്കളായിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ ജീവിത പങ്കാളി. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് വചനം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പനെയും അമ്മയെയും വിട്ടിട്ട് നിൻ്റെ ജീവിത പങ്കാളിയോട് നീ ചേരണം. ഈ ഒരു കാര്യത്തിന് നമ്മൾ തയ്യാറല്ലെങ്കിൽ, അതിനുള്ള വൈകാരിക പക്വതയില്ലെങ്കിൽ പിന്നെ അതിന് പോയിട്ട് കാര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 15 നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സുഹൃത്ത് എന്നാണ്. ദൈവവുമായിട്ട് ആ ഒരു സൗഹൃദം നമുക്ക് സ്ഥാപിക്കാൻ പറ്റും, അത് വളർത്തിയെടുക്കാൻ പറ്റും. ഇതുണ്ടെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് ഉണ്ടായിരിക്കേണ്ട ബന്ധം നമുക്ക് ഉണ്ടാകും. ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ അനുഭവിച്ച വ്യക്തി അവരുടെ ജീവിത പങ്കാളിയെ കാണുന്നത് അതനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. സങ്കീർത്തനം 27:10 പറഞ്ഞിട്ടുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. അപ്പം അതുകൊണ്ട് ജീവിത പങ്കാളി നമ്മളെ സ്നേഹിക്കാതിരുന്നാലും, മക്കൾ സ്നേഹിക്കാതിരുന്നാലും, മാതാപിതാക്കൾ സ്നേഹിക്കാതിരുന്നാലും ദൈവം നമുക്ക് തുണയായി ഉണ്ടാകും. അതിന് ഒന്നാം സ്ഥാനം എപ്പോഴും ദൈവത്തിന് കൊടുക്കണം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് രണ്ടാം സ്ഥാനം ജീവിത പങ്കാളിക്ക് നൽകണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. മൂന്നാം സ്ഥാനത്തേക്ക് ആണ് മറ്റുള്ളവർ വരേണ്ടത്. അതായത് മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാർ, നാട്ടുകാർ, ഇവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ ആ ക്രമം തെറ്റാതെ ആയിരിക്കണം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം പറഞ്ഞു കേട്ടതാണ്, ഏതാനും കൂട്ടുകാർ ചേർന്നൊരു ടൂർ പോയിട്ട് ആ കൂട്ടുകാരുടെ പ്രഷറിൽപ്പെട്ട് തെറ്റായ ചില ജഡസുഖത്തിന് വേണ്ടി ചില ബന്ധങ്ങളിലേക്ക്, റെസ്ട്രീറ്റ് പോലത്തെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോയി. അവസാനം അതിലൊരാൾ എയ്ഡ്സ് രോഗിയായി. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, മാക്സിമം ഒരു അരമണിക്കൂർ സമയം ജഡസുഖം കിട്ടും. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ ഒരു രോഗാവസ്ഥ ഇനി മരണം വരെ അത് കൊണ്ട് നടക്കണം. അപ്പം അതുകൊണ്ട് കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലാകാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. ബാഡ് ഫ്രണ്ട്ഷിപ്പ് കറപ്റ്റ്സ്. നമ്മുടെ സൗഹൃദം നല്ലതല്ല എങ്കിൽ, ദുഷിച്ചതാണെങ്കിൽ അത് സദാചാരങ്ങളെ ദുഷിപ്പിക്കും. അവർ പിന്നെ സദാചാരം നോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അവർ ജഡം പറയുന്ന അനുസരിച്ച് പല പാപപ്രവൃത്തികളിലേക്കും പോയെന്ന് വരും. 1 കൊരിന്തോസ് 15:33 വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്.
പ്രഭാഷകൻ 7:16 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, പാപികളുടെ ഗണത്തിൽ നീ പെടരുത്, ശിക്ഷ വിദൂരത്തല്ല. പാപികളുടെ ഗണത്തിൽ പെട്ടാൽ ശിക്ഷ നിൻ്റെ തൊട്ടടുത്തുണ്ടാകുമെന്ന്. അത് നാം ശ്രദ്ധിക്കണം. മറ്റൊരു സംഭവം ഞാൻ കേട്ടതാണ്. 3 പേര് അനുവാദമില്ലാതെ അവർ ബൈക്കെടുത്ത് 3 പേരും കൂടെ ആ ബൈക്കിൽ പോയി. അപകടം ഉണ്ടായി. പോലീസ് പിടിച്ചു. അവസാനം പിടിക്കപ്പെട്ടപ്പോഴത്തേക്കും അവർ മദ്യം കഴിച്ചിട്ടുണ്ട്, കഞ്ചാവ് എടുത്തിട്ടുണ്ട്, കഞ്ചാവ് കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അകത്ത് പോയി. പിന്നെ എന്തുമാത്രം കാശ് ആ കുടുംബാംഗങ്ങൾ കൊടുത്തിട്ടാണ് അവരെ ഒന്ന് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചെന്നറിയോ? തെറ്റായ കൂട്ടുകെട്ട് അവരെ കൊണ്ട് എത്തിച്ചത്, അവരുടെ ആ കുടുംബത്തെ കൊണ്ട് എത്തിച്ചത് എത്ര വലിയ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരിൽ നിന്നും ഉപദേശം അരുത്. നമുക്ക് നല്ല സുഹൃത്തുക്കളാകാൻ പറ്റും, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, പക്ഷേ എല്ലാവരിൽ നിന്നും നമ്മൾ ഉപദേശം എടുക്കരുത് എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാർ അവർ പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. ദൈവമില്ല എന്ന് അവർ പറഞ്ഞാൽ ഇവർക്കും ദൈവമില്ല. പള്ളി പോകണ്ടെന്ന് അവർ പറഞ്ഞാൽ ഇവരും പള്ളി പോകത്തില്ല. അങ്ങനെ മനുഷ്യരുടെ വാക്ക് വേദവാക്യമാക്കി ജീവിക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. പ്രഭാഷകൻ 6:14 നമ്മൾ കാണുന്നുണ്ട്, നല്ല കൂട്ടുകെട്ട് നല്ലതാണ്, വിശ്വസ്ത സ്നേഹിതൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബലിഷ്ഠ സങ്കേതമാണ്, ഒരു നിധിയാണ്, ജീവാമൃതമാണ്. പക്ഷേ ദുഷിച്ച കൂട്ടുകെട്ടാണെങ്കിൽ അതിന് നേരെ വിപരീതമായിരിക്കും. നല്ലതും ചീത്തയും എന്ന് ഈ കൂട്ടുകെട്ടിനെ വേർതിരിച്ച് കാണാനായിട്ട് എന്താണ് അതിൻ്റെ മാനദണ്ഡം? നല്ലത് എന്ന് പറയുന്നത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതും പുണ്യങ്ങൾ അഭ്യസിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതുമാണ്. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന പാപപ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്ന കൂട്ടുകാർ നല്ലവരല്ല. അത് നല്ല കൂട്ടുകെട്ടല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. 1 സാമുവേൽ 18:1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജോനാഥനും അതുപോലെ തന്നെ ദാവീദും. ജോനാഥൻ ദാവീദിനെ പ്രാണനു തുല്യം സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മുടെ നാശം ആഗ്രഹിക്കത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ ക്ഷണിക്കത്തില്ല. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാം. നമ്മുടെ കൂട്ടുകെട്ട് മൂലം നമ്മുടെ കുടുംബമോ വ്യക്തി ജീവിതമോ കുട്ടിച്ചോറാകാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനായിട്ട് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ മോചനത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.